ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷീജ ഷഫീഖ് മൊമെന്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഹായ് ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണ്. വെൽക്കം ബാക്ക് ടു ഷീജ ഷഫീഖ് മൊമെന്റ്സ്. എന്താണ് ഇന്നത്തെ വർത്തമാനങ്ങൾ? എല്ലാവരും ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ വിശേഷം കുക്കിംഗ് ആണ് കേട്ടോ. നമ്മളന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് തല വാങ്ങിച്ചുകൊണ്ടു, പാലത്തല. അത് എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ളവരുടെ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. എൻ്റെ കുക്കിംഗ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ നമ്മള് ഷാർജയിൽ പോയപ്പോൾ കുറച്ച് തല കാണിച്ചില്ലായിരുന്നു. അതിലൊരു തല നമ്മളങ്ങ് പൊക്കിയായിരുന്നു. മീൻ പാര മീനിന്റെ തല. അപ്പൊ അത് ഷീജയുടേതായ രീതിയിൽ ഷീജ ഇന്നിപ്പോൾ നമ്മളെ കുക്ക് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാം, എനിക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ ശരി, എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ തല ഉപ്പൊക്കെ ഇട്ട് നല്ല കണക്ക് കുളിപ്പിച്ച് വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഇച്ചിരി പുളിയും ഉപ്പും കൂടി ഇട്ടിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് പിടിക്കാൻ വേണ്ടി. അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇതൊന്നും അളവൊന്നുമില്ല, നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി. നമുക്ക് ഇച്ചിരി തല കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് തുടങ്ങാം. പുളി ഇതിൻ്റെ അല്ലേ? പുളിയുണ്ട്. പുളി ഇതിൻ്റെ കുടംപുളിയുണ്ട്. മുളക് പൊടി ഞാൻ കലക്കി വെച്ചിരിക്കുക കേട്ടോ. വെള്ളമുണ്ട് ഉണ്ടാവാതിരിക്കുക. കുക്കിങ്ങൊക്കെ പഠിച്ച് ഞാൻ നമ്മൾ മൺചട്ടിയിലാണ് മീൻ വെക്കുന്നത്. പക്ഷേ ഇന്ന് ഇച്ചിരി മീൻ തല കൂടുതലുള്ളത് കൊണ്ട് ഇന്ന് ഇതിൽ വെക്കാമെന്ന് കരുതി. ഈ ചട്ടിയിൽ ഇത് നമ്മൾ ബീഫ് ഉണ്ടാക്കാനായിട്ട് സഫാരി മാളിൽ നിന്ന് മേടിച്ച പാത്രമാണ് കേട്ടോ. ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കഴിവതും എല്ലാവരും വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടു. ഉലുവയ്ക്കും ഒരു സ്പൂൺ ഉണ്ട്. അത് ഇതൊക്കെ അപ്പോഴപ്പോഴാണ് വെച്ചില്ലെങ്കിലേ പനിയ ഒന്ന് മൂക്കട്ടെ. നിങ്ങളുടെയൊക്കെ അവിടെ എന്തായിരുന്നു ഫുഡ്? നിങ്ങളൊക്കെ എങ്ങനെ തരക്കറിയൊക്കെ വെക്കുന്നതെന്ന് നമ്മളെ ഇങ്ങോട്ട് കാണിച്ചു തരണം കേട്ടോ. കടുക് ഉലുവ വെളിച്ചെണ്ണ കിടന്ന് മൂക്കുമ്പോൾ നല്ല മണവാട്ടോ. കടുക് പൊട്ടുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് കടുക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എന്താ മൂത്ത് നമുക്കിനി അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. ഞാൻ വെളുത്തുള്ളി ഫസ്റ്റിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഇട്ടും നല്ല മണമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. കടുക് അല്ല, ഉമ്മയൊക്കെ ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം. ആദ്യമേ നമ്മൾ പാത്രം ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് അതിനുശേഷം പിന്നീട് നമ്മൾ അതിനകത്തോട്ട് ഇഞ്ചി ഇട്ട്. ഒരു ഫുഡ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്, നോക്കിയിട്ട് പോയത്. അതിൽ ഉറക്കാണ് ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാ. ഹായ് പറയടേ. അതിൽ നിന്ന് ബ്രെഡ് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ സവാള ഇട്ട്. പക്ഷേ ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളിയുടെ
നല്ല കണക്ക് മൂക്കണം കേട്ടോ. ചെറിയ ഉള്ളി നല്ല രീതിയിൽ മൂപ്പിക്കണം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കടുകും അങ്ങനെ പാത്രത്തിൽ കിടന്ന് നല്ലോണം വേവുക. തലയെവിടെയെന്നും ചോദിച്ചുകൊണ്ട് ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു ഇങ്ങനെ 3 സാധനം ഇരിപ്പുണ്ട്. അത് കാരണം ഈ പാത്രം ഇങ്ങനെ കിടന്ന ഒരു ചെറിയ ഉരുളിയാണ്. അപ്പോൾ ഉരുളി 10 ഉരുളി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ കല്ലിൻ്റെ അടുപ്പിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് 3 ഉണ്ട പോലുള്ളത് വയ്ക്കും. ഒരു ബുഷ് പോലുള്ളത് വയ്ക്കും. അപ്പോൾ അത് നമ്മുടെ ഈ കുക്കിംഗ് റേഞ്ചിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അത് ഫിറ്റ് ആകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടേ. പക്ഷെ ഇതിനകത്ത് ബീഫ് കറി വെച്ച് കഴിക്കാൻ നല്ലതാട്ടോ. തലക്കറി ഇത്തിരി ആടി വേവുന്നത് അടി നല്ലത്. ഈ പാമ്പിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആടുന്നതായിട്ട്. ഊഞ്ഞാലടത്തില്ലേ? അതിനെക്കുറിച്ച് എന്ത് നിനക്ക് ബോധമില്ലാതായി പോയത്? ആര് പറഞ്ഞു? നീ ഇന്ന് അവിടെ ബീച്ചിൽ പോയപ്പോ കണ്ടല്ലോ ഊഞ്ഞാല്. അതെന്റെ കുറ്റമല്ലല്ലോ. ബീച്ച് അവിടെ ഉണ്ടായിരുന്നു, ബീച്ച് കുടിച്ച്. ഊഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ആടണമായിരുന്നു. അത് നമ്മുടെ കുറ്റമല്ല. പിന്നെ ബീച്ചിൽ കുടിച്ചിട്ട് വന്നപ്പോ തണുത്ത് വിറച്ച് എല്ലാം കൂടെ നടക്കണമെന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പച്ചക്കറി ഇടാം. പച്ചക്കറിയാണോ ഇത്? ഉണ്ടമുളക്, ക്യാപ്സിക്കത്തിന്റെ കുട്ടി ക്യാപ്സിക്കമാണ്. നിങ്ങളുടെ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ഇട്ടാൽ മതി. പക്ഷെ ഞങ്ങൾ ഇന്നലെ സഫാരി മാളിൽ പോയപ്പോൾ ഈ ഉണ്ടമുളക് സഫാരി മാളിൽ ഇരിപ്പുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്ക് സഫാരി മാളിൽ സമീപിക്കാം. നമ്മുടെ വീട്ടിൽ തീരാറായിട്ടിരിക്കുന്നു. എന്റെ പറച്ചിലേട്ടൊന്നും ബാക്കി എല്ലാത്തിനും നമ്മളെ സമീപിച്ചാൽ മതി. ഉണ്ടമുളകിന് മാത്രം സഫാരി മാളിൽ പോകണം. ഉണ്ടായിരുന്നല്ലോ നമ്മുടെ തീർന്നു. സഫാരി മാളിൽ പോകുമ്പോൾ അവിടെ കാന്താരി ഉണ്ട്, ഉണ്ടമുളകും ഉണ്ട്. കറിവേപ്പില കൊണ്ട് പോകും. എല്ലാം പെട്ടെന്നാണ്. ചടപടയാണ് എപ്പോഴും. ആഹാ, എ.ആർ. റഹ്മാന്റെ മ്യൂസിക് പോലുണ്ട്. ഇന്ന് തലക്കറിയുടെ സ്പെഷ്യൽ എന്തെടുക്കാം? തലക്കറിയുടെ സ്പെഷ്യല് അടിപൊളി കപ്പ. ചിലർ കപ്പയെന്ന് പറയും, ചിലർ ചീനിന്ന് പറയും, ചിലർ മരക്കിഴങ്ങെന്ന് പറയും. പിന്നെ വേറെന്തൊക്കെയോ പറയും. വെന്തിട്ടുണ്ട് ചീനി. കപ്പ എല്ലാവരും വേവിക്കുമ്പോൾ എപ്പോഴും അടച്ചു വെച്ച് വേവിക്കുക. 2 വെള്ളത്തിൽ ഊറ്റുകയും വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു വിഷാംശം ഉണ്ട്. അത് നഷ്ടപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ 2 വെള്ളത്തിൽ ഊറ്റിക്കളയുന്നത്. നമ്മൾ കപ്പ വേവാറായിട്ടുണ്ട് കേട്ടോ. ഒരടുപ്പിൽ കപ്പ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്, മറ്റേ അടുപ്പിൽ തലക്കറി ഇപ്പം റെഡിയായി വരും. പിന്നെ നമ്മൾ കുറച്ച് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ വിത്ത് തലക്കറി, അതാണ് ഇന്നത്തെ നമ്മുടെ ഫേവറേറ്റ്. ഇന്നലെ സഫാരി പോയപ്പോഴത്തേക്ക് കുറച്ച് പഴവും ഫ്രൂട്ട്സും ഇതൊക്കെ മേടിച്ചു. പൈനാപ്പിൾ ഉണ്ട് കേട്ടോ സഫാരിയിൽ. ഇപ്പം കിലോയ്ക്ക് 5 രൂപയുള്ളൂ. അടിപൊളി ഇതുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. ഇതാണ് ഹൈഡ്രോ കോക്കോ. അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ 2 ഹൈഡ്രോ കോക്കോ എടുത്തെന്ന്. അതിൽ ഒരെണ്ണമാണിത്. ഒരെണ്ണം നമ്മൾ കുടിച്ചു. ആ, കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മുടെ കുറ്റമല്ല. എല്ലാം ഇവിടെയൊക്കെ ഉണ്ടാവും. ആവശ്യമുള്ളവർ എടുക്കും, കുടിക്കും. ഇല്ലാത്തവർ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പരാതിയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നാളെ ഒരു ദിവസം മേടിച്ചിട്ട് പണിയൊക്കെ മേടിച്ചോടെ കൊണ്ടുവച്ചിരിക്കുക. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോട്ട് ശകലം മഞ്ഞപ്പൊടി ഇട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി നേരിൽ കാണുന്നതിനെക്കാട്ടിലും അടിപൊളി കേട്ടോ ക്യാമറ കണ്ണിലൂടെ കാണുമ്പോൾ. കിടുക്കാച്ചി. മഞ്ഞപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് അങ്ങനെ നമ്മുടെ മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇഞ്ചിയും കടുകും വെളുത്തുള്ളിയും എല്ലാം കൂടെ കിടന്ന് മിക്സായി നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിനകത്തോട്ട് നല്ല ഷീജ ഞാൻ മുളക് പൊടി വെച്ച് കലക്കി വെച്ചിരിക്കുക കേട്ടോ. കറക്കി ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവും കൊഴുപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോണം. അതുകൊണ്ട് എൻ്റെ അളവൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, നിങ്ങളെടുത്തോ. പിന്നെ ബാച്ചിലേഴ്സിനൊന്നും ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ലെങ്കിൽ തക്കാളിപ്പഴം ഇട്ടാലും മതി. നമുക്ക് തക്കാളിപ്പഴം ഇടുന്നതിനകത്ത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യാവൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു.
വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടല്ല മിക്സി കഴിയാൻ കുറച്ച് വെള്ളം ഒഴിക്കാം. മുളക് പൊടി ചൂടാക്കിയപ്പോഴത്തേക്ക് ഞാനിവിടെ തുമ്മെന്ന്, അല്ലൂസ് അപ്പുറത്തിരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട്. അല്ലൂസ് അവിടെ തുമ്മെന്ന്. നമുക്ക് തീ കൂട്ടി വെക്കാം. ക്യാമറാമാൻ ഇവിടെ പോയി. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി ഉണ്ടല്ലോ, അത് നല്ലവണ്ണം വൃത്തിക്ക് കഴുകി വെച്ചിരിക്കുന്നേ. ഈ കുടംപുളി അങ്ങ് ഒഴിച്ചോളൂ. ഓക്കെ, അതിനുശേഷം കുറച്ച് ഉപ്പിടാം. ആ തലക്കകത്ത് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, എന്നാലും കുറച്ചിടാം. ഗ്രേവി പിന്നെ നമുക്ക് തലയിടാം. ഇങ്ങനെയാണ് മർമ്മപ്രധാനമായ ചടങ്ങ് നടക്കുന്നത്. കുറച്ച് വെള്ളം ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം തലയ്ക്കകത്തുനിന്ന് വെള്ളം വീണ്ടും അതിനകത്തോട്ട് ഇറങ്ങും. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ, ഓരോ എണ്ണ ഇടണം. എന്ത് വായിക്ക ഇങ്ങനെ എല്ലാം കൂടെ തട്ടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കട മോന്തെല്ലാം കൂടെ വീഴും. അപ്പോഴോ മീനിങ്ങനെ എടുത്ത് തട്ടിയിടരുത്. തട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കറി ഇങ്ങനെ ലൂസായിട്ടിരിക്കില്ല, അതിനകത്തോട്ട് വീഴുമ്പോൾ തെറിക്കും. തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോന്തയിലും നമ്മുടെ ക്യാമറയിലൊക്കെ വീഴും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ക്യാമറയെ വീഴത്തില്ലായിരുന്നു, മുഖത്ത് മാത്രമേ വീഴത്തുള്ളായിരുന്നു. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ക്യാമറയിലും വീഴും. ഇപ്പൊ രണ്ട് നഷ്ടമാണ്. രണ്ടുപേരുടെ മുഖം, ഒരു ക്യാമറ. നിന്റെ മുഖം, എന്റെ മുഖം, പിന്നെ ക്യാമറ. ആ പിന്നെ അവർക്കുള്ള മുഖത്ത് വീണാലും കുഴപ്പമൊന്നുമില്ല. എന്റെ മുഖത്ത് വീഴാതിരുന്നു എന്റെ ഗ്ലാമറിന് കോട്ടം തട്ടും. എന്നിട്ട് ഫ്ലാസ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം, ചൂടുവെള്ളം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെ ചരിഞ്ഞ് നിന്ന് ഒഴിക്കണം. അങ്ങനെ ഷീജ ഒഴിക്കണ്ടേ? അപ്പം എല്ലാവർക്കും പിടി കിട്ടിയല്ല തലക്കറി എങ്ങനെ വയ്ക്കുന്നതെന്ന്. ആദ്യമേ നമ്മൾ പാത്രം ചൂടാക്കുന്നു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് കടുവിട്ട് പൊട്ടിക്കുന്നു. കടുവിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് പിന്നെ ഇഞ്ചി ഉലുവ ഇടണം. ഉലുവ ഇട്ടതിന് ശേഷം എന്താ ഇടുന്നത്? ഇഞ്ചിയാണോ വെളുത്തുള്ളി ഇടുന്നു. വെളുത്തുള്ളി ഒരുവിധം ഇത്തിരി വയറ്റി കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് ഇഞ്ചി ഇടുന്നു. ഇഞ്ചി വയറ്റിയതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് എന്ത് ഇടുന്നത്? അതിനകത്തോട്ട് എന്ത് ഇടുന്നത്? പിന്നെ ഇതൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ ജീവിതമേ കോഞ്ഞാട്ടയായി പോകത്തില്ല. ചുമന്നുള്ളി ഇടണം. ചുമന്നുള്ളി ഇട്ടതിന് ശേഷം പിന്നെ എന്താ അതിനകത്ത് തന്നെ? പച്ചമുളക്, കറിവേപ്പില. ഇത്ര ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുക. മറ്റേ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സംഭവം, മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന എല്ലാം കൂടെ, മഞ്ഞപ്പൊടി ഇടുക. അതിനുശേഷം മുളക് പൊടി മിക്സ് ചെയ്തത് ഒഴിക്കുക. അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിക്കുക. വെള്ളം ചൂടാകുക. അതിനകത്തോട്ട് നമ്മൾ പീസാക്കി മാർക്കറ്റിൽ നിന്നും മേടിച്ചുകൊണ്ട് വന്ന തല കഷ്ണമാക്കി അതിനകത്തോട്ട് ഇടുന്നു. അപ്പം നമുക്ക് ഏകദേശം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ളൊരു സംഭവം
നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്പൈസസ് നാട്ടിൽ നിന്നുണ്ടോ? ഇത് ഇത്രയും സംഭവം സക്സസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് നമുക്ക് തലക്കറിയാണെന്ന് തന്നെ അനുമാനിക്കാം. പിന്നെ ഷീജ സ്പൈസസ് നാട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാണ്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇങ്ങനെ കറക്കി തന്നെ ഇടണേ, എനിക്ക് തലക്കറിയാവത്തില്ല. എന്തുവായിരുന്നു, എന്തിനു മീനിന്റെ തലയായിരുന്നത്? പാര. നമ്മൾ പോയ ബീച്ചിനകത്ത് കറങ്ങി നടന്നിരുന്ന പാരയായിരുന്നു. അതിനെ ആരോ വലയിട്ട് പിടിച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്ന്, മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിച്ച് വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് അതിനെ ഈ അവസ്ഥയിലാക്കി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറൊരു അവസ്ഥയിലേക്ക് അതിനെ രൂപാന്തരം മാറ്റും. ഓക്കെ, ഇത് നമുക്ക് മൂടി വെക്കാം. നമ്മൾ ദമ്മിട്ടിരിക്കും. കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ തലക്കറി ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംഗതികളെല്ലാം ഇട്ട് അടച്ച് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. തുറക്കണേ. തലക്കറി അതിന്റെ പകുതി ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പക്ഷെ ആ തലേന്ന് മീനകത്തുനിന്നെല്ലാം വെള്ളം ഇറങ്ങിയതാണ്. ഇപ്പൊ ഇത്രയും വെള്ളം ആയിട്ടുണ്ട്. എന്തായാലും ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തലക്കറി 5 മിനിറ്റുകൾക്ക് അപ്പുറത്ത് റെഡിയാകും. അപ്പോൾ അത് റെഡിയായി കഴിഞ്ഞിട്ട് കപ്പ റെഡിയാക്കണം. കപ്പ റെഡിയാക്കി തലക്കറി, കപ്പ, ചോറ്. ആഹാ, ആഘോഷിക്കാൻ ഇനി എന്ത് വേണം? അല്ലേലും ബിരിയാണി ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടൊക്കെ എന്ത് സൂപ്പറായില്ലേ? ബിരിയാണിക്ക് ബിരിയാണിയുടേതായ ഒരു സ്പേസ് ഉണ്ട്. ബിരിയാണിക്ക് ബിരിയാണിയുടെ സ്പേസ് ഉണ്ട്, തലക്കറിക്ക് തലക്കറിയുടെ സ്പേസ് ഉണ്ട്. നമ്മള് മലയാളിയൊക്കെ ഇഷ്ടം പോലെ ഡിഷ് ഉണ്ടല്ലോ, മറ്റുള്ളവരെ പോലെ ഒന്നും അല്ലല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ തലക്കറി വെക്കുന്നതെന്ന് നമ്മളടുത്ത് പറയണേ കേട്ടോ. നമ്മളിങ്ങനെ വെക്കുന്നത്, നമ്മളിങ്ങനെയും വെക്കും. പിന്നെ അരച്ച് കറി വെക്കത്തില്ലേ, തേങ്ങ അരച്ചിട്ട് കറി വെക്കും. അതും അല്ല, മീൻ മലയാളിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പൊതുവെ. ആർക്കാ മീൻ ഇഷ്ടമില്ലാത്തത്? മല്ലൂസ് എന്ന് പറയുന്നത് മീനാണ്. അപ്പൊ നമ്മുടെ ചീനി ഒരു ഇതൊക്കെ വെന്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അതിനകത്തോട്ട് തുടുപ്പിട്ട് ഇളക്കുന്ന സീനാണിത്. തുടുപ്പ് മീൻസ് ഇത് തുടുപ്പെന്ന് പറയുന്നത്. നമ്മുടെ പണ്ട് വീട്ടിലൊക്കെ ഉള്ള നമ്മുടെ ഉമ്മമാരും അവരൊക്കെ പറയുന്നത് ചീനി, അതായത് അന്ന് ചെയ്യുന്നത് മടല്, തെങ്ങിന്റെ ഓലയുടെ മടല് വെട്ടിയിട്ട് അതിനകത്തുനിന്ന് നല്ലൊരു പീസ് ആക്കി എടുത്തിട്ട് നല്ല ഫിനിഷിങ്ങിലാക്കി എടുത്തിട്ട് അതിനകത്ത് എണ്ണയൊക്കെ പുരട്ടി വെക്കും. എണ്ണയൊക്കെ പുരട്ടി ഇത്തിരി ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് അത് വെച്ചിട്ടാണ് ഇളക്കുന്നത്. പക്ഷെ അതിന്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ആ ടേസ്റ്റ് ഒന്നിനും കിട്ടത്തില്ല. ഇതിപ്പോ ഇവര് ഈ തവി, നമ്മുടെ ഈ തടിയുടെ തവിയാണ്. ഈ തവി എന്ത് മരം കൊണ്ടുണ്ടാക്കിയതാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മള് സവാരിന്ന് മേടിച്ചതായത്. അപ്പോ ഇതിനെ നമ്മൾ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് കോരാനായിട്ട് ഉപയോഗിക്കും. അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് കുക്കിംഗ് പാത്രങ്ങളിലൊക്കെ സ്ക്രാച്ച് വരാതിരിക്കാനും അതിന്റെ കോട്ടിങ് ഇളകാതിരിക്കാനും ഒക്കെ നമ്മൾ വുഡൻ തവികളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ തവിയുടെ മൂട് വെച്ചുള്ള ഫൈറ്റിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, മടൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ തവി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. നമ്മുടെ വീട്ടിൽ ചീനി ഇങ്ങനെ എല്ലാവർക്കും ആദരണിക്കാർക്കും ഇങ്ങനെ ആവുന്നതാണ് ഇഷ്ടം. ചീനി നല്ല വെന്ത് അങ്ങനെ മിക്സ് ചെയ്ത്, ഇതിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് മിക്സിംഗ് ആണ്. ഇനി നമ്മൾ പ്ലേറ്റിനകത്തോട്ട് എടുത്തിട്ടിട്ട് മീൻകറിയും കൂടെ വെച്ചിട്ടൊരു മിക്സിംഗ് ഉണ്ട്. ആഹാ, അപ്പൊ അതുകൂടെ കഴിയുമ്പോഴത്തേക്കാണ് അതിന്റെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോ അതൊക്കെയാണ് കപ്പ അഥവാ ചീനി എന്ന സംഭവത്തിന്റെ സീക്രട്ട് അഥവാ റെസിപ്പി. അപ്പൊ കപ്പ റെഡിയായെന്നാണ് ഷീജ പറയുന്നത്. കുറച്ച് ഉപ്പിടാൻ വേണ്ടി എടുത്തതാണ്. ഉപ്പെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ അലമാരിയിൽ നിന്ന് ഉപ്പിങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ അവിടെ ഇരിക്കുമായിരുന്നു. ബേക്കിംഗ് സോഡയുടെ ടിന്ന്
ഫോസ്റ്റർ ക്ലാർക്കിൻ്റെ ബേക്കിംഗ് പൗഡറിൻ്റെ കേക്കൊന്നും ഉണ്ടാക്കി ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ സംഭവം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആരുണ്ടാക്കി എവിടെ തന്ന. അപ്പൊ അത് എടുത്തപ്പോഴത്തേക്ക് ആക്സിഡന്റ് ആയി. ആക്സിഡന്റില് അത് താഴെ വീണ് അവിടെ എല്ലാം വീണ് നശിപ്പിച്ച്. ഷീജ നശിപ്പിച്ചെല്ലാം. എങ്ങനെ നടന്നിരുന്നൊരു കിച്ചണാ. എന്റെ നിൽക്കുന്ന നോക്കിയാണ് എന്തോ മഹത്തായ കാര്യം ചെയ്തതിനൊക്കെ നിൽക്കുന്ന ഷീജ നിൽക്കുന്നത്. ആ മീൻ ഏകദേശം ഒക്കെ ആയി എന്ന് തോന്നുന്നു. തുറന്നു നോക്കാം. വാവ്, വീണ്ടും വാവ്. വെള്ളമൊക്കെ കണ്ടോ? നമ്മള് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളായിരുന്നു. അപ്പൊ മീനിനകത്തുള്ള വെള്ളം അത് കറിയിലേക്ക് ആഡായിട്ടുണ്ട്. കൊടുത്ത കറി ഇതും ഈ പപ്പയും കൂടെ കഴിക്കുന്ന നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തിന് ഒന്നും ആഡ് ചെയ്യാനും ഒന്നുമില്ല. ഇനി കൂടുതലായിട്ട് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാംസവും എല്ലും എല്ലാം കൂടെ വേറെ വേറെ ആയിപ്പോവും. അത് കാരണം നമ്മളിനി എന്തായാലും കഴിച്ചിട്ട്. ഈ പാറമീൻ ആയതുകൊണ്ട് അതിനകത്ത് പിന്നെ മാംസത്തിന് വലിയ കട്ടിയില്ല. അപ്പം നമ്മള് കൂടുതലായിട്ട് ഇളക്കി കഴിഞ്ഞാൽ മുള്ളും മീനും രണ്ടും രണ്ടാവും. മുള്ളും മീനും രണ്ടായിട്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അധികം ഇളക്കാറില്ല. കറിക്ക് നല്ല കൊഴുപ്പായിട്ടുണ്ട്. ഓക്കെ, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റും കേട്ടോ. ബാച്ചിലേഴ്സിനും ഫാമിലിക്കും കപ്പിൾസിനും എല്ലാവർക്കും വെക്കാം. തക്കാളി വേണവര് തക്കാളി ഇടാം. നമ്മള് തക്കാളി ഇടാത്തത് കൊണ്ട് തക്കാളി ഇടാത്തതാണ് കേട്ടോ. അതൊന്നൂടെ പറഞ്ഞാൽ എന്തൊക്കെയാണ് ആദ്യം തൊട്ട് ആഡ് ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും. ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. നമ്മള് ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പം ഏകദേശം എല്ലാവർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഉള്ള വീഡിയോ ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ഞാൻ തന്നെ 2-3 വട്ടം അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഈസി കുക്കിംഗ് ആണ് കേട്ടോ. ഈസി ആൻഡ് ക്വിക്ക് കുക്കിംഗ് ആണ്. അതെ. നമുക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പാത്രത്തിലേക്ക് പകരുക. അപ്പൊ അത് നമ്മള് പാത്രത്തിലേക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുമില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി വേണ്ട. മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടില്ല. മല്ലിപ്പൊടി വേണ്ട. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുക. വെള്ളം ഒഴിക്കുക, പുളിവെള്ളം ഒഴിക്കുക, ഉപ്പിടുക, തലയിടുക, അടച്ചു വെക്കുക, 5 മിനിറ്റ് വേവിക്കുക. ഈസി ആയില്ലേ? ഇത്രയൊക്കെ ഉള്ള സംഭവം. പിന്നെ നാളെ ഒക്കെ കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. കണ്ടുപിടിച്ചല്ലോ. കുക്ക് ചെയ്തിട്ട് നീ തിന്നാണ്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ തലക്കറിയുടെ വിശേഷം. ഇതൊക്കെയാണ്. നിങ്ങൾക്ക് തലക്കറിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിന്റെ സംഭവങ്ങളൊക്കെ നമ്മളെയും കൂടെ അറിയിക്കും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വിശേഷം ഇതായിരുന്നു. തലക്കറി ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു, നന്മകൾ നേരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. പക്ഷെ നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ശരി, വീണ്ടും കാണാം. അതുവരെ നന്മകൾ നേരുന്നു. ബൈ. നമ്മുടെ സ്വാദിഷ്ടമായ കപ്പയും തലക്കറിയും. എനിക്ക് കഴിക്കാൻ തോന്നുന്നു കേട്ടോ. കാണിച്ചു കൊടുത്ത അതാണ് നമ്മുടെ കപ്പ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ. ഞാൻ കഴിക്കോളാമില്ല. സൂപ്പർ ആയിട്ടൊക്കെ പുളിയുടെ. അപ്പൊ നമ്മുടെ കപ്പയും തലക്കറിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഇനി നമ്മൾ അതിന്റെ വിശേഷങ്ങൾ അറിയിക്കുന്നതാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് അറിയിക്കാം. കറക്റ്റ് എരി പുളി എല്ലാം കറക്റ്റ് ആട്ടോ. സ്വന്തമായിട്ട് വെച്ച് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇക്കാക്ക് വെച്ചിരിക്കാം.
അങ്ങനെ എൻ്റെ ടേസ്റ്റ് നോക്കുവാണ് കേട്ടോ. സൂപ്പർ. കൊള്ളാവോ? ഉപ്പും പുളി എരിവും എല്ലാം കറക്റ്റാ? അടിപൊളി. ആണോ? അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ? ശരിയായില്ലേ? കറക്റ്റ് അല്ലേ എല്ലാം? ഓക്കെ. ഇനി അപ്പം ടേസ്റ്റ് ചെയ്യും. കൊതി വിടണ്ട ഇനി ആരും കേട്ടോ. ഇപ്പം അങ്ങനെ ഇതൊന്നും കഴിക്കുക. ചോറ് വേണ്ടേ കഴിക്കാൻ? ഓക്കെ. അല്ലൂസ് ബേബി കാർട്ടൂൺ കാണുന്നു. അല്ലൂസ് ബേബിക്ക് ചോറ് കൊടുക്കണം. അതിൽ എണ്ണീറ്റതേ ഉള്ളൂ. അവന് എടുത്ത് വെച്ചിരിക്കുന്ന അല്ലൂസിൻ്റെ ഡൂഡ് പോയി. ഡൂഡ് വീണ്ടും കിട്ടിയിരിക്കുന്നു അല്ലൂസിന്. മേടിച്ചോ? ഇനി ഞാൻ അല്ലൂസിന് ചോറ് കൊടുക്കട്ടെ. ഇനി